എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഐറ്റം മീൻ പറ്റിച്ചതാണ്. ചെറിയ മത്തി, വളരെ ചെറിയ മത്തി കുടംപുളിയും തേങ്ങയും ഒക്കെ ഇട്ട് എങ്ങനെയാണ് പറ്റിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതാ നമ്മുടെ ചെറിയ മത്തിയാണ്. അത് നന്നായി വെട്ടി കഴുകി മഞ്ഞൾ പൊടിയും നമ്മുടെ കറിവേപ്പിലയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. 2 കപ്പ് തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുക്കാമേ. ഇനി ഒരു പിടി കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഒരു പിടി കാന്താരി കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞൾ പൊടിയാണ്. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, അതൊന്ന് ചെറുതായിട്ട് ചതച്ചതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ ചതച്ചെടുത്ത തേങ്ങ നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒരു അല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകി അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് നമ്മുടെ കുടംപുളിയാണ്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കറിവേപ്പില. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ അരപ്പ് ഈ മീനിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമുക്കിനി അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാമേ. എല്ലാ ചേരുവകളും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് പറ്റിച്ചെടുക്കണം. അപ്പം ആവശ്യത്തിന് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മീനിനകത്തുനിന്ന് കുറച്ച് വെള്ളം കൂടെ വരും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പം നമുക്കിതൊന്ന് പറ്റിച്ചെടുക്കാം. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ മീൻ പറ്റിച്ചത് പറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാം ലെവലായി കഴിഞ്ഞ് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെറുനാരങ്ങയുടെ ഇല ഒരു 2 എണ്ണം എടുത്ത് ഇതുപോലെ കീറി അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ നാരങ്ങയുടെ മണം കൂടൊക്കെ ഇതിൽ പിടിക്കും. ഒന്ന് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്താൽ മതി. എല്ലാവരും സമയം പോലെ ഈ ഐറ്റം ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.